ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരു പാടാണിത്. ഈ പാടത്ത് വെള്ളം കയറിയത് കാണിക്കാൻ വന്ന ഇത് ഞങ്ങളുടെ ചേലപ്പാടാട്ടോ. എന്തുകൊണ്ടാണ് ഈ പേര് വന്നതൊന്നും അറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. മൺസൂൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടം മുഴുവൻ വെള്ളത്തിലാവും. വെള്ളം നിറഞ്ഞ് റോഡൊക്കെ കവിയും. അപ്പം എത്രത്തോളം വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെന്നൊന്ന് നോക്കാൻ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴയാണെങ്കിൽ ഈ പാടത്തും വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പാടമുണ്ട്, അവിടെയും കൂടി പോയി നോക്കാം വെള്ളം കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആദ്യം കണ്ട പോലത്തെ തന്നെ ഒരു പാടമാണ് ഇതും. ഇതിൽ നിറച്ചും വെള്ളം കയറിയേക്കുവാണ്. ഇതിലും വെള്ളം കയറാറുണ്ട് സാധാരണ. മഴയിനിപ്പോൾ ഇങ്ങനെ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഈ റോഡൊക്കെ മുഴുവൻ കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറാറുണ്ട്. ഈ രണ്ട് സൈഡിലും പാടാണ്, അതിൻ്റെ നടുക്കൂടിയാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിറച്ചും ഇങ്ങനെ വെള്ളം കയറി റോഡൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാവാറുണ്ട്. ഇതേ അവിടെ ഒരു തോടുണ്ട് കേട്ടോ, അതൊന്നും കാണാൻ പറ്റണ കൂടിയില്ല കേട്ടോ. വെള്ളത്തിൽ സൂക്ഷിച്ച് നോക്കിയോ, ഒരു റെഡ് കളറിൽ ബോൾ പോലെ ഇരുന്ന് കിടക്കുന്നുണ്ട്. അതെല്ലാം വല ഇട്ടേക്കുന്ന കേട്ടോ, മീൻ പിടിക്കാനായിട്ട്. ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. ഇവിടെ എല്ലാവരും വന്ന് മീൻ പിടിക്കും. അവിടെ ഒരു ചേട്ടൻ ദേ വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോയതാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഇത് വെള്ളം കയറിയിട്ട് മീൻ പിടിക്കുന്നതിന് ഊത്ത കയറുക എന്നാട്ടോ പറയുക. അപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നവർ പലതരത്തിലാണ് മീൻ പിടിക്കുക. ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്, വലയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്, അതുപോലെ കൂട വെച്ച് മീൻ പിടിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് എല്ലാവരും മീൻ പിടിക്കുക. ഇതിൽ കൂടുതലായിട്ടും കിട്ടുന്ന മീൻ മഞ്ഞക്കൂരിയും വാളയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഇങ്ങനെ വെള്ളം കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ പാടത്തിന് സൈഡിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്രവാസികൾക്കൊക്കെ ആയിരിക്കും കുറച്ചും കൂടി നൊസ്റ്റു ഫീൽ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്